നമ്മളെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുന്നത് ആനന്ദമാണ്, ആ ബ്ലിസ്ഫുൾനെസ്. അത് എവിടെയൊക്കെ കണ്ടെത്താൻ പറ്റുന്നുള്ള ആ മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബ്ലിസ്, ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കേൾവിക്കാരുണ്ടാകുന്നൊരു ബ്ലിസ്. എന്തിനാ പരാതിപ്പെടുന്നത്? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ഐദർ ഇറ്റ് വിൽ കറക്റ്റ് യു ആൻഡ് ടീച്ച് യു ഓർ ഇറ്റ് വിൽ ഗിവ് എൻ അച്ചീവ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ എല്ലാ യോഗ, പക്ഷേ ഇന്ത്യ ലോകത്തിന് കൊടുത്ത ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ചെയ്യപ്പെട്ട പിന്നെ നമുക്കത് സ്വന്തമാണെന്ന് പറയാൻ കഴിയില്ല. യോഗത്തിൻ്റെ അനന്തമായ സാധ്യതകൾ നമ്മൾ വളരെയധികം ചുരുക്കപ്പെടുകയാണ് ചെയ്തത്. ആസനത്തിൽ മാത്രം ഒതുങ്ങി. ഇപ്പോൾ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന് പറയുന്ന 8 അംഗങ്ങളോട് കൂടിയ യോഗത്തിൽ 4ാമത്തെ അംഗമാണ് ആസനം, ക്രീഡ. ഒരു കുട്ടികളുടെ ഒരു കളി. ഇപ്പോൾ കൃഷ്ണൻ്റെയൊക്കെ കളികളിൽ കാലെടുത്ത് വായിൽ വെച്ച് കിടക്കുന്ന 4 കിടക്കുന്ന കൃഷ്ണൻ, അത് യോഗ പോസ്റ്ററാണ്. നമ്മളൊന്നും ചെയ്യാൻ നോക്കി നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വന്നിട്ടുള്ള ഒരു ടൂളല്ല നമ്മുടെ കുട്ടി. അവനൊരു ഇൻഡിവിജ്വലാണ്. ഒരു അച്ഛനും ഒരു മകനോ മകളോ ഒരേ സമയത്താണ് ജനിക്കുന്നത്. അവൻ വന്നതുകൊണ്ടാണ് ഞാൻ അച്ഛനായത്. ഞാൻ അവനെ നമസ്കരിക്കണം. ധ്യാനാത്മകതയാണ് ജീവിതത്തിൻ്റെ ധ്യാനാത്മകതയെ കണ്ടെത്തുക, നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തുക, നിങ്ങളിലെ നിങ്ങളെ കണ്ടെത്തുക. അതാണ് യോഗം.